ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അനിയും നന്ദൂടെ ഇങ്ങനെ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു സമയമാണ് കാണിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. ഫസ്റ്റ് കളിയുടെ കാര്യത്തിൽ, ഫുട്ബോൾ കളിയുടെ കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അനി ചോദിക്കുന്നത്, നിനക്കും ഇതുപോലെ ബ്രസീലിൻ്റെ ഒരു അവരുടെ ആ ഒരു കളിയുടെ ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് നന്ദു ചോദിക്കുന്നു. അപ്പോൾ നന്ദുവും പറയുന്നുണ്ട്, ഞാനും ബ്രസീലിൻ്റെ ഫാനാണ്. അപ്പം നമ്മൾ രണ്ടുപേരും നമ്മളുടെ എല്ലാം ഒരു മനസ്സാണ് എന്നൊക്കെയാണ് അനി പറയുന്ന കളിയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ പിന്നീടാണ് അനി ചോദിക്കുന്നത് നന്ദുവിൻ്റെ അടുത്ത്, എങ്ങനെയെങ്കിലും ഈ ഒരു നിശ്ചയം ഒന്ന് മുടക്കി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ആ ഒരു വിവാഹ നിശ്ചയം മുടക്കുന്നത്? അപ്പോൾ മറ്റു മാർഗ്ഗമൊന്നും കാണുന്നില്ല, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റും. ഈ ഒരു വിവാഹം നടന്നാൽ ഞാൻ മരിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ അനി പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്ന, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് എനിക്ക് യാതൊരു മാർഗ്ഗവും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നത്. അനി പറയുന്ന, ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല. പണ്ട് ഇതേ അവസ്ഥ തന്നെയായിരുന്നു അനാമികയുടെ. ആ ഒരു സമയത്ത് തന്നെ തലയിൽ കെട്ടി വെച്ച് അങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതേ ഒരു അവസ്ഥ തന്നെ ഇപ്പോഴും. എനിക്ക് ഈ ഒരു വിവാഹം ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നവീൻ വക്കീലിൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ്. വക്കീലിൻ്റെ വീട്ടിൽ ഇതുപോലെ നവീൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഇനിയിപ്പോൾ തൻ്റെ വഴിക്ക് നവീൻ വരില്ല, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നാണ് നവീൻ്റെ അമ്മ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ആ ഒരു വിവാഹം നടത്താൻ പറയുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നവീന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവനൊരു മനസ്സിലൊരു പോലീസ് ഓഫീസർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, SI ആണെന്നും പറഞ്ഞിട്ടുണ്ട്, വനിതാ SI ആണല്ലോ. അപ്പോൾ ഇനി അമ്മ പറയുന്നുണ്ട് നവീൻ്റെ, ഇനിയിപ്പോൾ നന്ദു എങ്ങാണോ ആണോ എന്നൊക്കെയുള്ള രീതിയിൽ സംശയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സംസാരം അവിടെ നടക്കുമ്പോഴാണ് അപ്പോൾ തന്നെ വേണു അങ്ങോട്ടേക്ക് വക്കീലിനെ കാണാൻ വരുന്നു. ഈ ഒരു സംസാരം പുറത്ത് നിന്ന് അയാൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വനിതാ SIയുടെ വിവാഹകാര്യമൊക്കെ പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവുകയാണ് നന്ദുവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നവീൻ്റെ മനസ്സിൽ നന്ദു ഉണ്ടെന്നും, അപ്പോൾ ഇതുകൊണ്ടാണ് അയാൾ അനിയും അവന്തിയായിട്ടുള്ള വിവാഹം നടക്കാൻ ഇത്രയേറെ ധൃതി പിടിക്കുന്നതും, കാര്യം സാധിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നവീൻ ഇങ്ങനെ നിർബന്ധം കാണിക്കുന്നത്, എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം നിശ്ചയം കഴിയട്ടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലിരിപ്പുള്ളത് കൊണ്ടാണെന്നൊക്കെ വേണു മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംസാരവും വനിതാ SIയുടെ കാര്യം, നന്ദുവിൻ്റെ കാര്യം ഒക്കെ അയാൾ അവിടെ നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ നവീന് ഭയങ്കര സന്തോഷമാകുന്നു. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന് പേര് തുറന്നു പറയാൻ പറയുന്നു. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, അതിന് സമയമാവട്ടെ ഞാൻ പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ നിന്നോട് എതിർപ്പ് പറഞ്ഞിരുന്നു, നീ പറഞ്ഞിട്ടുമില്ല. ഇപ്പം ഞാൻ സമ്മതിച്ചപ്പോൾ നിനക്ക് പെൺകുട്ടിയുടെ പേര് പറയാൻ മടിയാണോ? ഇനി തുറന്ന് പറഞ്ഞുകൂടെ, എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് തന്നെ അച്ഛൻ ഇനിയിപ്പോൾ നാട്ടിലെത്തും, അപ്പോഴേക്കും വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് അമ്മ ചോദിക്കുന്നത്. അപ്പോൾ നവീൻ പിടി കൊടുക്കുന്നില്ല, പേരൊന്നും പറയുന്നില്ല, ഞാൻ സമയമാകുമ്പോൾ അറിയിക്കാം എന്നൊക്കെയുള്ള മട്ടിൽ പറയുന്നു. അപ്പോൾ ആ ഒരു നന്ദുവിൻ്റെ പേരും ഒക്കെ അവിടെ സംസാരിക്കുന്ന വേണു അവിടെ നിന്ന് കേൾക്കുകയാണ്. അതിനുശേഷം നവീന് വേണുവിനെ കാണാനായിട്ട് പുറത്തേക്ക് വരുന്നു. എന്താ നിങ്ങളിവിടെ വന്ന് ചോദിക്കുന്നു. അപ്പോൾ സാറേ, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള വാങ്ങി തരണം എന്നൊക്കെ പറയുന്ന സമയത്ത് വിവാഹം നിശ്ചയം കഴിയട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ വേണു മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുമുണ്ട്, സാറും ഇതുപോലെ നന്ദുവിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ നവീൻ ആദ്യമേ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പിന്നീട് ലാസ്റ്റ് അതൊക്കെ പിന്നീട് പറയാം, താനിതൊന്നും പുറത്തൊന്നും ആരോടും നടന്ന് പറയേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വേണുവിന് മനസ്സിലായ കാര്യം. വേണു നേരെ വന്ന് രേവതിയെടുത്തും അനാമിയെടുത്തും കാര്യം പറയുകയാണ്. നവീൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നന്ദുവിന് വിവാഹം കഴിക്കാൻ. അതുകൊണ്ടാണ് അയാൾ അനിയും അവന്തിയായിട്ടുള്ള വിവാഹം നിശ്ചയത്തിന് കൂടുതൽ സപ്പോർട്ട് കാണിക്കും. നമുക്ക് കിട്ടാനുള്ള വാങ്ങിച്ച് തിരുനരത്തി ഉറപ്പൊന്നുമില്ല എന്നൊക്കെ പറയാം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച് അയാൾക്ക് പിടികൊടുക്കാതെ നമ്മൾ നമ്മളുടേതായ രീതിയിൽ പോയി ആ നിശ്ചയം മുടക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി വാങ്ങിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾ ഒപ്പം നിന്നാൽ മാത്രം മതി എന്ന് പറയും. അപ്പോൾ രേവതി പറയുന്നു, ഞങ്ങൾ ഒപ്പം നിൽക്കാം, പക്ഷേ പണ്ടത്തെ കൂട്ടി ഞങ്ങൾക്ക് അടി വാങ്ങി തരരുതെന്നൊക്കെ രേവതി വേണുവിനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന അനന്തപുരി തറവാടാണ്. അപ്പോൾ എല്ലാവരും ഫുട്ബോൾ വേൾഡ് കപ്പ് കാണുന്ന തിരക്കിലും അതിൻ്റെ സന്തോഷത്തിലും ഓരോരുത്തരും ഓരോ ടീമായിട്ട് അവരുടെ ജേഴ്സിയൊക്കെ അണിഞ്ഞിട്ടാണ്. മുത്തശ്ശനും ആദർശും അർജൻറ്റീന ടീമും, അതുപോലെ തന്നെ അനി ബ്രസീൽ, അബിയും ടീമും ഫ്രാൻസ്, അങ്ങനെയൊക്കെ ഓരോ രീതിയിൽ അവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണുകയാണ്. അപ്പോഴേ അനി ഇരിപ്പുണ്ട്. അനിയുടെ മുഖത്താകെ ഒരു വാട്ടം. ഇത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ മുഖത്ത് ഇപ്പോഴും ഒരു വിഷമം ഉണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കും. മുത്തശ്ശൻ പറയും, അതൊക്കെ ഇനിയിപ്പോൾ മാറണമെങ്കിൽ അവൻ്റെ നിശ്ചയം കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതുവരെ അവൻ്റെ മുഖം ഇങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അപ്പോൾ ഒട്ടും ഇഷ്ടമല്ല ആ ഒരു വിവാഹത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അങ്ങനെ ആദർശ് ഇതുപോലെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നയന പെട്ടെന്ന് നോക്കുന്നുണ്ട്, ഉണർന്ന് ഉറക്കത്തിൽ നിന്നിട്ട്. അപ്പോൾ ആദർശൻ്റെ ഇപ്പോൾ വന്നേയുള്ളൂ ചോദിക്കുന്നു.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിന്നീട് ആദർശ് റൂമിലിരുന്ന് കളി കാണുന്നുണ്ട്. പിന്നെയും കളി കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഗോളടിക്കുന്നത് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് മൊബൈലിൽ പിന്നീട് ഇരുന്ന് കളി കാണുന്നു. അങ്ങനെ മുത്തശ്ശി വന്നും പള്ളു പറയുന്നു, എല്ലാവരും ബഹളം കേട്ടിട്ട് ഉറങ്ങാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ഓരോ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ സമയത്ത് നോക്കുമ്പോൾ അഭിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഫോൺ ചെയ്യുകയാണ്. നാഗേന്ദ്രന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതാണ്. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ടേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അഭി ഫോൺ കട്ടാക്കുന്നു. അത് കാണുമ്പോൾ ജലജയ്ക്കൊരു സംശയം, നീ എന്തായി ഫോൺ എന്നെ കണ്ടപ്പോൾ കട്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയുന്നു. ജസ്റ്റ് ആ ഒരു കോൾ കട്ട് ചെയ്തത് കാരണം തിരിച്ച് കോൾ നാഗേന്ദ്രൻ വിളിക്കുകയാണ്. ഈ സമയത്ത് ജലജ ഫോൺ തട്ടിപ്പറിക്കുന്നു. അത് മേടിച്ച് നോക്കുന്നു. ഹലോ എന്ന് വിളിക്കുമ്പോൾ നാഗേന്ദ്രൻ്റെ സൗണ്ടാണ്. അപ്പോൾ ചോദിക്കുന്നത് നാഗേന്ദ്രനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇത് ഡേവിഡ് സാറാണെന്നാണ് പറയുന്നത്. ഡേവിഡ് എന്തിനാണ് ഇപ്പം നിന്നെ വിളിക്കുന്നത്? നീ അവിടെ കമ്പനിയൊക്കെ വിട്ടതല്ലേ, പിന്നെ എന്തിനാണ് ഡേവിഡ് നിന്നെ വിളിക്കുന്നത്? അത് സാർ എപ്പോഴും വിളിക്കും, അയാളല്ലേ വിളിച്ച് നിന്നെ ഓരോ ഇതിനൊക്കെ കൊണ്ടുപോയത്. എന്നിട്ട് എന്തായി? അതിനൊക്കെ പിന്നിൽ അവൻ ആയിരിക്കും, ആ നാഗേന്ദ്രൻ, അയാൾ പറഞ്ഞിട്ടായിരിക്കും നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. നീ കമ്പനിയിൽ നിന്ന് രാജിവെച്ചല്ലോ, പിന്നെ എന്തിനാണ് എപ്പോഴും വിളിക്കുന്നതൊക്കെ ചോദിക്കുന്നു. അഭി ഒഴിഞ്ഞു മാറുന്നു. ലാസ്റ്റ് സഹിയിട്ടിട്ട് അഭി ചോദിക്കുന്നുണ്ട്, അവർ തമ്മിൽ തെറ്റുകയാണ്, അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അച്ഛനോ? ആരാ നിൻ്റെ അച്ഛൻ? അയാൾ എൻ്റെ അച്ഛനാണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളും സംസാരമൊക്കെ. അപ്പം ജലജയ്ക്ക് എന്തോ നാഗേന്ദ്രനുമായിട്ട് അത്രയ്ക്ക് വലിയ ശത്രുത ഉണ്ടോയെന്ന് മാത്രമാണ് അഭി ഒരു കാരണവശാലും നാഗേന്ദ്രനുമായിട്ട് കാണാനോ സംസാരിക്കാനോ പാടില്ല. പിന്നെ അവന്തിമോളുടെ കാര്യം പറയുന്നുണ്ട്. അവൾക്ക് എന്തായാലും നാഗേന്ദ്രനോട് അടുപ്പമൊന്നും ഉണ്ടാവില്ല. അവളുടെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയുന്ന അവൾ കേൾക്കും, സത്യസന്ധതയുള്ളവളാണ്. പക്ഷേ നിൻ്റെ കാര്യത്തിൽ എങ്ങനെ? നീ നാക്കെടുത്താൽ കള്ളയോ പറയും. അപ്പോൾ നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല, നിനക്ക് നാഗേന്ദ്രനായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ തർക്കവും സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഉറപ്പായിട്ടും പത്രമായിട്ട് മിസ് ചെയ്യരുത്. നല്ല കിടിലൻ എപ്പിസോഡുകളൊക്കെയാണ് ഇനിയിപ്പോൾ വരാനായിട്ടുള്ളത്. ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.